പത്തനംതിട്ട ജില്ലയിലെ മലയോര മണ്ഡലങ്ങളിൽ ഒന്നായ കോന്നിയിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഇവിടുത്തെ സ്ഥാനാർത്ഥി LDFന്റെ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ വീണ്ടും ഒട്ടവകാശം തേടുന്നത്. നമ്മളോടൊപ്പം സ്ഥാനാർത്ഥി കൂടിയായ ജനീഷ് കുമാറാണ്. എങ്ങനെയാണ് ഈ രണ്ടാം ഘട്ട പ്രചരണം അവസാനിക്കുമ്പോൾ ഒരു ശുഭാപ്തി വിശ്വാസം കൂടുന്നത്? അല്ല, എല്ലാ ഘട്ടത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഭാഗത്തു നിന്ന് നല്ല നിലയിലുള്ള ഒരു പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത്തവണ രാഷ്ട്രീയപരമായി എതിർചേരിയിൽ നിൽക്കുന്ന പലരുടെയും പിന്തുണ ലഭിക്കുന്നുണ്ട്. അവരെല്ലാം പറയുന്നത് കോന്നിയിലെ ഈ വികസനം ഞങ്ങളെയെല്ലാം അത്ഭുതപ്പെടുത്തുന്ന വികസനമാണ്. കോന്നിയുടെ ഈ മാറ്റം ഞങ്ങളെ ആകെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റമാണ്. അതുകൊണ്ട് തന്നെ ഈ മാറ്റം, ഈ വികസനം ഇത് തുടരണം. കോന്നിയിലെ പല പ്രധാനപ്പെട്ട റോഡുകളും മുൻകാലങ്ങളിൽ വളരെ മോശപ്പെട്ട സ്ഥിതിയിലായിരുന്നു. ആ മോശപ്പെട്ട റോഡുകളെല്ലാം കുഴിയടയ്ക്കണമെന്നായിരുന്നു കോന്നിക്കാർ ആഗ്രഹിച്ചിരുന്നതെങ്കിൽ അതെല്ലാം ആധുനിക നിലവാരത്തിൽ നിർമ്മിക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞു. മലയോര ഹൈവേ നമുക്കറിയാം, 3 തലമുറയായി കോന്നിയിലെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു. ആ മലയോര ഹൈവേ യാഥാർത്ഥ്യമായി. കോന്നി മെഡിക്കൽ കോളേജ് ഉപേക്ഷിച്ചു പോയതാണ്. നടക്കില്ല എന്ന് കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാവരും വിധിയെഴുതിയതാണ്. ആ മെഡിക്കൽ കോളേജൊക്കെ വളരുന്നത് അത്ഭുതത്തോടെയാണ് കോന്നിയിലെ ജനങ്ങൾ കണ്ടത്, എല്ലാ സൗകര്യത്തോടും കൂടി. അതുകൊണ്ട് തന്നെ ഈ വികസനം അതിവേഗം തുടരണം. ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട് കോന്നിയെ സംബന്ധിച്ചെന്ന് ജനത്തിന് ബോധ്യപ്പെട്ടു. ഞങ്ങളുടെ പ്ലാൻ ഫ്ലെക്സ് ബോർഡുകളിലല്ല, അതെല്ലാം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനാണെന്നും അതുകൊണ്ട് തന്നെ അത് വേഗം തുടരണം. അത് തുടർന്നാൽ കോന്നിക്കുണ്ടാകുന്ന മാറ്റം, അതുവഴി കോന്നിയിലെ പുതിയ തലമുറയ്ക്കുണ്ടാകുന്ന മാറ്റം അത് ജനങ്ങൾ കണ്ടു. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വലിയ പിന്തുണ ലഭിക്കുന്നു. കോന്നിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാവാത്ത, ഒരു മുന്നണി സ്ഥാനാർത്ഥിക്കും ഉണ്ടാവാത്ത ചരിത്ര ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. മറ്റ് ജില്ലകൾക്കോടൊപ്പം തന്നെ ഇവിടെ വന്യമൃഗശല്യം കൂടുന്നുണ്ട്. പിന്നെ സംസ്ഥാന ടൂറിസത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ അടവി, അതിൽ ഇക്കോ ടൂറിസം ഒക്കെ ഉൾപ്പെടെയുള്ള ഈ മേഖലകളിൽ ഇനി എങ്ങനെയാണ് ഒരു വീണ്ടും ജനപ്രതിയായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷം എല്ലാം കൊണ്ടൊന്നും സംതൃപ്തിയാകത്തില്ല. പക്ഷേ എങ്കിലും ഇനി ജനപ്രതിയാകുമ്പോൾ എന്തൊക്കെയാണ് കോന്നിയിലേക്ക് കാണുന്ന വികസന സ്വപ്നങ്ങൾ? ഈ വന്യമൃഗശല്യം ഉൾപ്പെടെ എല്ലാ ഇഷ്യൂസിലും അവരിൽ ഒരാളായി അവർക്കൊപ്പം കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഉറപ്പുണ്ട്, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ അവരിൽ ഒരാളായി അവർക്കൊപ്പം ഉണ്ടാകും എന്ന ഒരു ഉറപ്പ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ നിലയിലുള്ള ഒരു പിന്തുണ ലഭിക്കുന്നത്. അടുത്ത ഘട്ടം അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഒരുക്കി അതെല്ലാം ഭേദപ്പെട്ട നിലയിലാക്കിയാൽ അടുത്ത ഘട്ടം എന്ന നിലയിൽ കോന്നിയുടെ ടൂറിസമാണ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ബേസും ഒരുക്കി റോഡുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നത് കഴിഞ്ഞ 5 വർഷം മാറിയതുപോലെ അടുത്ത 5 വർഷം കൊണ്ട് കോന്നിയിലെ ടൂറിസം ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന നിലയിലേക്കുള്ള മാറ്റം കൊണ്ടുവരും. അടവിയും ആനക്കൂടും ആലുവാങ്കുടിയും ഗവിയും നിലയ്ക്കൽ ക്ഷേത്രവും നിലയ്ക്കൽ പള്ളിയും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ ടൂറിസം പ്രോജക്റ്റ്, അതിന്റെ സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വിദേശ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ വന്ന് ക്യാമ്പ് ചെയ്യുന്ന ഒരു കേന്ദ്രമായി കോന്നിയെ മാറ്റും. ബാക്കി ഇനിയും പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ആരൊക്കെയായിരിക്കും സംസ്ഥാന ദേശീയ നേതാക്കളൊക്കെ എത്തുന്നത്? പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിട്ടുള്ള സഖാക്കൾ ബിജു കൃഷ്ണൻ വരുന്നുണ്ട്, സുഭാഷിണി അലി വരുന്നുണ്ട്, CPIയുടെ ദേശീയ നേതാക്കന്മാർ വരുന്നുണ്ട്. അങ്ങനെ നിരവധിയായ നേതാക്കളെല്ലാം തന്നെ വരുന്ന ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി എത്തും. ഈ കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഏറ്റവും ആവേശത്തോടെ ജനങ്ങൾ പങ്കെടുത്ത ഒരു കൺവെൻഷൻ ആയിരുന്നു കോന്നിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. മുഖ്യമന്ത്രി ഞങ്ങളെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് 4:30 തീരുമാനിച്ചവര് 4 മണിക്ക് തന്നെ ആ ഗ്രൗണ്ടാകെ നിറയുന്ന നിലയിലേക്ക് ഉള്ള ഒരു വലിയ പങ്കാളിത്തം, അതൊക്കെ ഒരു ആവേശമായിരുന്നു. വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ ഞാൻ പ്രവർത്തിച്ചത്, നിങ്ങൾക്കൊപ്പം നിന്ന് തന്നെ പ്രവർത്തിച്ചു. രാവും പകലും കഠിനാധ്വാനം, കോന്നിയുടെ വികസനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തു.
തീർച്ചയായും ധാരാളം പദ്ധതികൾ, കോന്നിയുടെ മുഖം മാറ്റുന്ന ധാരാളം പദ്ധതികൾക്ക് നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. എല്ലാം ഈ 6.5 വർഷം കൊണ്ട് പൂർത്തീകരിച്ചു എന്ന അവകാശവാദമില്ല. ധാരാളം കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതെല്ലാം പൂർത്തീകരിക്കുന്നതിന് ഒരു അവസരം കൂടി എനിക്ക് നൽകണം എന്നതാണ് വോട്ടർമാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സംസ്ഥാനത്ത് LDFന്റെ ഒരു തുടർഭരണവും അതിനോടൊപ്പം തന്നെ കോന്നിയിൽ നിന്നും വീണ്ടും LDFന്റെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കാനുള്ള ഒരു വോട്ടർമാർ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തണമെന്നാണ് കേരള വിഷൻ ന്യൂസിനോട് സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ പറഞ്ഞത്. കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.